നമസ്കാരം. SB ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. അതോടൊപ്പം അഭിപ്രായ വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുക. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ പോറ്റി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കോൺഗ്രസ്സുകാരുമായി ബന്ധപ്പെട്ട ഒരു പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റി ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരിക. എന്നല്ല, ഐഷ പോറ്റി അങ്ങനെ ചെന്നിടത്ത് രാജാവായി മാറുകയാണ്. ഐഷ പോറ്റി എന്താണോ ചിന്തിച്ചത് അത് ഐഷ പോറ്റി കിട്ടുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് കൊല്ലം കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലാ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം സ്ഥാനാർത്ഥി പട്ടികയൊക്കെ തീരുമാനമായി വരുന്നു. കൊല്ലത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളത്. കൊല്ലം മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ചെറിയൊരു ആശങ്ക നിലനിൽക്കുന്നത്. ചെറുതല്ല, വലിയ ആശങ്ക തന്നെ നിലനിൽക്കുന്നതെന്ന് പറയണം. കാരണം അത് കോൺഗ്രസിന് വേണോ RSPക്ക് വേണോ തുടങ്ങിയ തർക്കങ്ങൾ ഇപ്പോഴുമുണ്ട്. അതായത് ഒരു മുന്നണി മാറ്റത്തിനുള്ള ഒരു കാറ്റ് എവിടെയൊക്കെ വീശുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാരണം. ഇനി നമ്മൾ നോക്കുന്നത് ഐഷ പോറ്റി ചെന്നത് എന്തിനാണോ അക്കാര്യം വിജയിച്ചു. കാര്യം ഐഷ പോറ്റി എന്താണ് പറഞ്ഞിട്ട് പോയത്? ഐഷ പോറ്റിക്ക് പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല, തനിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, ബസ്സിലും അതോടൊപ്പം തന്നെ മറ്റ് പൊതുഗതാഗത മാർഗങ്ങളിലൂടെയും തനിക്ക് ഇടതുപക്ഷത്തിൻ്റെ ഒരു പരിപാടികളിലും CPMൻ്റെ പരിപാടികളിലൊന്നും പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഐഷ പോറ്റി CPMൽ നിന്ന് രാജിവെച്ച് മാറി നിന്നത്. അല്ല, CPM വിട്ടിട്ട് ഐഷ പോറ്റി ഈ കോൺഗ്രസിലേക്ക് അഭയം തേടി എന്നൊക്കെ പറയുന്ന വാദഗതികൾ തെറ്റാണ്. അത് വെറുതെ പ്രചരിപ്പിക്കുന്നതാണ്. CPMൻ്റെ അംഗമേ അല്ലായിരുന്നു. CPMോട് ഏറെക്കാലമായി അകൽച്ചയെ കഴിയായിരുന്നു. ആരോഗ്യപരമായ കാരണങ്ങൾ തനിക്കിനിയും രാഷ്ട്രീയ പ്രവർത്തനം പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഐഷ പോറ്റി മാറി നിൽക്കുകയായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് ഐഷ പോറ്റിക്ക് സ്വാഭാവികമായൊരു തോന്നലുണ്ടാകുന്നത്. ഇത്രകാലം തൻ്റെ പേരിനോടൊപ്പം ഒരു MLA അല്ലെങ്കിൽ ഒരു CPMകാരി എന്ന് പറയുന്ന ഒരു പദവി ഉണ്ടായിരുന്നു. പദവികളില്ലാതെ തനിക്കിനി മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ ഐഷ പോറ്റി പെട്ടെന്ന് കോൺഗ്രസ്സുകാരിലേക്ക് മറ്റൊന്നും നോക്കിയില്ല, അനാരോഗ്യമൊന്നും നോക്കിയില്ല, തിരുവനന്തപുരത്തേക്ക് കൊട്ടാരക്കരയിൽ നിന്ന് ബസ് കയറി. പക്ഷേ അപ്പോഴും ഐഷ പോറ്റി യാത്ര ചെയ്ത് KSRTC ബസ്സിലായിരുന്നു. KSRTCയിലൊടുവിൽ ഐഷ പോറ്റി അവിടെ എത്തുന്നു, ഇന്ദിരാഭവനിലെത്തുന്നു. ഇന്ദിരാഭവനിൽ പോയി പരിപാടികളിലൊക്കെ പങ്കെടുത്തതിന് ശേഷം അങ്ങനെ ഐഷ പോറ്റി എന്ന് പറയുന്ന ഒരു നേതാവ് കോൺഗ്രസിൻ്റെ സ്വന്തം ആളായി മാറുന്നു. അപ്പോഴും ഐഷ പോറ്റിക്ക് ഉറപ്പായിരുന്നു തനിക്ക് കൊട്ടാരക്കരയിൽ ഇനിയൊന്ന് വിലസണം, എന്തായിട്ട് MLA ആയി. അതിന് CPMകാർ സമ്മതിക്കില്ല. കാര്യം KN ബാലഗോപാൽ എന്ന് പറയുന്ന ഒരു നേതാവ് കൊട്ടാരക്കരയിൽ നിന്ന് ജയിച്ച് ഇപ്പോൾ ധനകാര്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നു. തനിക്ക് മന്ത്രിയാകണമെന്നുള്ള ഒരു അദമ്യമായ ആഗ്രഹം ഐഷ പോറ്റിയുടെ മനസ്സിലുണ്ട്. ഇനിയിപ്പോൾ നാളെ UDFൻ്റെ ഇതായി കഴിയുമ്പോൾ UDFിലേക്ക് ചേർന്നിട്ട് അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് ചേർന്നു, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി ആക്കാൻ അവർ തീരുമാനിച്ചു. കൊട്ടാരക്കരയിൽ നിന്ന് KN ബാലഗോപാലിനെ നേരിടാൻ പോകുന്നത് ഒരുപക്ഷെ ഐഷ പോറ്റി തന്നെ ആയിരിക്കും എന്നുള്ളത് ഐഷ പോറ്റി തന്നെയാണ്, നമുക്കത് ഉറപ്പിക്കാം. KN ബാലഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വം ഇതുവരെ നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല എങ്കിലും നിലവിലുള്ള സാഹചര്യങ്ങൾ വെച്ചിട്ട് കൊട്ടാരക്കരയിൽ നിന്ന് KN ബാലഗോപാൽ തന്നെയാണ് മത്സരിക്കാൻ സാധ്യത. അപ്പോൾ അങ്ങനെ വരുമ്പോൾ KN ബാലഗോപാലും ഐഷ പോറ്റിയും തമ്മിലുള്ള ഒരു നല്ല ഒരു മത്സരം നമുക്ക് കൊട്ടാരക്കരയിൽ നിന്ന് ദൃശ്യമാകും. ഇവിടെ കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ പണ്ട് ബിഗ് ബോസിൽ എനിക്ക് അവസരം കിട്ടിക്കഴിഞ്ഞ ബിഗ് ബോസിൽ പോകുന്നതിനേക്കാൾ നല്ലത് എറണാകുളം ലുലു മാളിൽ പോയി മുണ്ടുപൊക്കി കാണിക്കുന്നതാണ് എന്ന് പറഞ്ഞ അഖിൽ മാരാറിന് ഇപ്പോൾ ഇത്തവണ കൊട്ടാരക്കരയിൽ കോൺഗ്രസ് പാർട്ടി തഴഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതിന് രമേശ് ചെന്നിത്തല പറഞ്ഞ വഴിയെ പോകുന്നവർക്കൊക്കെ സീറ്റ് കൊടുക്കാനാണെങ്കിൽ നടക്കുന്ന കാര്യമാണോ ഇത് എന്ന് രമേശ് ചെന്നിത്തല ചോദിക്കുകയും ചെയ്തു. ഒരു പഞ്ചായത്ത് മെമ്പറാകാൻ പോലും യോഗ്യതയില്ലാത്തവരെ പിടിച്ച് നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം ഇതേ രമേശ് ചെന്നിത്തല തന്നെ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ തിരിച്ചു ചോദിക്കുകയും ചെയ്തിരുന്നതാണ് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഐഷ പോറ്റി അവിടെ ഒരു MLA സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. പക്ഷേ ഈ ഐഷ പോറ്റി ജയിച്ചത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണം. ഐഷ പോറ്റി ജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ, CPI എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ, അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് B എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ. ഇങ്ങനെ 3 തരത്തിലുള്ള വോട്ടുകൾ നേടിക്കൊണ്ടാണ് ഐഷ പോറ്റി എന്ന് പറയുന്ന നേതാവ് കഴിഞ്ഞ 2 തവണയായി, എനിക്ക് തോന്നുന്നു ഏകദേശം 20 വർഷക്കാലം കൊണ്ട് അവർ ഈ പറയുന്ന മേഖലയിലുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഐഷ പോറ്റി വിജയിച്ച് കയറിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ 3 തരത്തിലുള്ള അടിസ്ഥാന വോട്ടുകളുടെ കാരണം കൊണ്ട് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. എന്നാൽ ഇപ്പോൾ അങ്ങനെയാണോ സ്ഥിതിഗതികൾ? ഐഷ പോറ്റി അങ്ങനെ ഒരു നേതാവാണോ? അല്ല. ഐഷ പോറ്റിക്ക് പഴയ ഇമേജ് ഒന്നും ഇപ്പോഴില്ല. കാരണം എന്താണ്? അധികാരത്തിന് വേണ്ടി ഏത് വാതിൽ മുട്ടാൻ പോലും മടിയില്ലാത്ത ഒരാളായി ഐഷ പോറ്റി അധപ്പതിച്ചിരിക്കുന്നു. സ്വന്തം പാർട്ടിയെ പോലും വില പേശുന്ന തരത്തിലേക്ക് ഐഷ പോറ്റി മാറിയിരിക്കുന്നു. ഇതാണ് ഐഷ പോറ്റിയെക്കുറിച്ച് പൊതുവിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. പൊതുവിൽ ആൾക്കാർ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം അത് തന്നെയാണ്. കേരള കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഐഷ പോറ്റിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ അനുകൂലിച്ചുകൊണ്ടോ ഒരു തരത്തിലുള്ള നീക്കവും ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ പോകുന്നില്ല. അതായത് കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിക്ക് ഇനി നേടാൻ ആകെ സാധ്യതയുള്ളത് അവിടെ കിട്ടാൻ പോകുന്ന കോൺഗ്രസിൻ്റെ കുറച്ച് വോട്ടുകൾ ഉണ്ടാവും.
അല്ലാന്നുണ്ടെങ്കിൽ RSPയുടെ വിരലിലെണ്ണാവുന്ന വോട്ടുകൾ ഉണ്ടാവും. അതുമല്ല എങ്കിൽ അവിടെ ലഭിക്കാൻ സാധ്യതയുള്ളത് മുസ്ലിം ലീഗിൻ്റെ അതും വിരലിലെണ്ണാവുന്ന വോട്ടുകൾ മാത്രമായിരിക്കും. അല്ലാതെ അതിനപ്പുറത്തേക്ക് അവിടെ ഒരു വലിയ ഒരു ജനത്തിനെ തള്ളിക്കയറ്റിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ സ്ത്രീപക്ഷ വോട്ടുകൾ അവിടെ കിട്ടും എന്നുള്ള പ്രതീക്ഷയൊന്നും പ്രിയപ്പെട്ട ആയിഷ പോറ്റി നിങ്ങൾക്ക് വേണ്ട. എന്നിരുന്നാൽ തന്നെയും കൊട്ടാരക്കരയിൽ നിങ്ങൾക്ക് നല്ലത് മാത്രം ഭവിക്കട്ടെ എന്ന് ആശംസിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. പിന്നെ അടുത്തതായി നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കക്ഷി കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം RSP എന്ന് പറയുന്ന പാർട്ടിയാണ്. കൊല്ലത്ത് മാത്രമേ ഉള്ളെങ്കിൽ തന്നെയും കൊല്ലത്ത് ഒരു നിർണായക ഘടകമായി ശക്തിയായി മാറാൻ കഴിയുന്നുണ്ട് RSPക്ക് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ RSPയിൽ നിന്ന് ഒരാൾ സ്വയമേവ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. അത് മറ്റാരുമല്ല, ഷിബു ബേബി ജോണാണ്. ഷിബു ബേബി ജോൺ തീരുമാനിച്ചു ചവറ എന്ന് പറയുന്ന മണ്ഡലത്തിൽ തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചു. ആ കാരണമെന്ന് വെച്ചാൽ ചവറയിൽ കഴിഞ്ഞ തവണയിൽ നിന്ന് തോറ്റു, അതിന് മുമ്പ് നിന്ന് തോറ്റു. ചവറ ഒരിക്കലും ഷിബു ബേബി ജോണിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം നാടാണെങ്കിൽ പോലും ആ ജനങ്ങൾക്കാർക്കും ഷിബു ബേബി ജോണിനെ വേണ്ട. പകരം സുജിത്ത് വിജയൻപിള്ള വല്ലപ്പോഴും മണ്ഡലത്തിലെങ്കിലും ഉണ്ടാകും. അദ്ദേഹം തന്നെയല്ല, മണ്ഡലത്തിൽ തന്നെയാണ് അദ്ദേഹം ജീവിക്കുന്നത്, ചവറയിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പെട്ടെന്ന് ആക്സസിബിലിറ്റി ഉള്ള ഒരാളിലേക്ക് പോകണോ, ഷിബു ബേബി ജോണിനെ പോലെ വല്ലപ്പോഴും മാത്രം മണ്ഡലത്തിലേക്ക് വരുന്ന ഒരു മണ്ഡലംകാരനെ വേണോ എന്നുള്ളതിനെക്കുറിച്ച് ജനങ്ങൾ കൃത്യമായൊരു തീരുമാനം എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഷിബു ബേബി ജോണിനെ ചവറയിലേക്ക് അടുപ്പിക്കാതെ സുജിത്ത് വിജയൻപിള്ളയെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതി ചവറക്കാർ തുടർന്ന് പോരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതായത് തോൽക്കാൻ വേണ്ടി മാത്രമാണ് ഷിബു ബേബി ജോൺ ഇത്തവണയും ചവറയിൽ മത്സരിക്കുന്നത് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പം ചവറയെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ തീരുമാനമായി. ഇനി കരുനാഗപ്പള്ളി എന്ന് പറയുന്ന മണ്ഡലത്തിലേക്ക് വന്നാൽ നമുക്കറിയാം അത് CR മഹേഷിന് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് നമുക്കറിയാം. അത് കോൺഗ്രസിനുള്ള സീറ്റ് തന്നെയാണ്. അവിടെ CR മഹേഷ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CR മഹേഷിനെ കരുനാഗപ്പള്ളിയിൽ നിന്ന് മാറ്റി മറ്റൊരിടത്തേക്ക് മത്സരിപ്പിക്കാൻ കഴിയില്ല എന്നൊരു വസ്തുത അവിടെ ഇരിപ്പുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കരുനാഗപ്പള്ളിക്കാർക്ക് മാത്രമേ CR മഹേഷിനെ അറിയാവൂ. അതുകൊണ്ട് തന്നെയാണ് കരുനാഗപ്പള്ളിയിൽ അദ്ദേഹം പലയിടങ്ങളിലും അദ്ദേഹത്തിനെ മിക്കപ്പോഴും എല്ലാ ആളുകളും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കരുനാഗപ്പള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ജനകീയ മുഖം തന്നെയാണ് CR മഹേഷ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് കരുനാഗപ്പള്ളിയിൽ മാത്രമേ അദ്ദേഹത്തിന് ജയിക്കാനും കഴിയൂ. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ UDF കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ ഒരു തീരുമാനം CR മഹേഷിനെ കരുനാഗപ്പള്ളിയിൽ തന്നെ തുടരാൻ അനുവദിക്കുക എന്ന് പറയുന്ന ഒരു തീരുമാനം എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് തോന്നുന്നു. ഇനി നമ്മൾ നോക്കുക, മറ്റിടങ്ങളിൽ കുന്നത്തൂർ, ഇരവിപുരം എന്നീ ഭാഗങ്ങളിൽ കൂടി RSP മത്സരിക്കും. നമുക്കറിയാം കുന്നത്തൂരും ഇരവിപുരം ഇവരുടെ തന്നെ മണ്ഡലങ്ങളാണ്. കുന്നത്തൂരിൽ പഴയ ആൾ തന്നെ മത്സരിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഇവിടെ ഇരവിപുരത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പുതിയ മുഖം പരീക്ഷിക്കാനുള്ള തീരുമാനമാണ്. പുതിയ മുഖം ആരാണ് എന്ന് ആർക്കും സംശയമില്ലല്ലോ അല്ലേ? ഈ പറയുന്ന മോനിസവും മരിമോനിസവും ഒക്കെ വിളിച്ചു പോയിക്കൊണ്ട് നടക്കുന്ന UDF തന്നെ NK പ്രേമേന്ദ്രൻ്റെ മോനെ തന്നെ അവിടെ മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനം ഏറെക്കുറെ അവിടെ വട്ടം കൂട്ടി ശരിയായി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ മത്സരിക്കാൻ പോകുന്നതും ഈ പറയുന്ന NK പ്രേമേന്ദ്രൻ്റെ മകൻ തന്നെ ആകാനാണ് സാധ്യത. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കൊല്ലം മണ്ഡലത്തിൽ വലിയ ശക്തമായൊരു വടംവലി നടക്കുന്നുണ്ട്. അതായത് കൊല്ലത്ത് ആര് മത്സരിക്കണം, ഇത് സംബന്ധിച്ച് ശക്തമായ ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. അത് കോൺഗ്രസ് മത്സരിക്കണോ അതോ RSP അതായത് NK പ്രേമേന്ദ്രൻ തന്നെ നേരിട്ടിറങ്ങി വന്ന് ഇവിടെ മത്സരിക്കണോ എന്നുള്ള കാര്യം AICC അല്ലെങ്കിൽ KPCCക്ക് അവരുടെ MPമാരുടെ കാര്യം മാത്രമേ തീരുമാനിക്കാൻ കഴിയുള്ളൂ കേട്ടോ. അതുകൊണ്ട് NK പ്രേമേന്ദ്രൻ കോൺഗ്രസിൻ്റെ അല്ലാത്തതുകൊണ്ട് തന്നെ NK പ്രേമേന്ദ്രൻ്റെ പാർട്ടി തീരുമാനിച്ചാൽ മതി. കാര്യം NK പ്രേമേന്ദ്രൻ ഷിബു ബേബി ജോണിനോട് തീരുമാനിച്ച കാര്യം തീരുന്നതേ ഉള്ളൂ. രണ്ടുപേരോട് തീരുമാനിക്കുന്നത് എനിക്കൊരു കാര്യം ചെയ്യാം, NK പ്രേമേന്ദ്രൻ കൊല്ലത്ത് മത്സരിക്കട്ടെ എന്ന് തീരുമാനിച്ചാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ സീറ്റ് ഈ കോൺഗ്രസ് വിട്ടുകൊടുക്കുമോ എന്നുള്ള കാര്യമാണ് സംശയം. അപ്പോഴായിരിക്കും നമ്മുടെ ബിന്ദു കൃഷ്ണ ഹാലിളകുന്നത്. ബിന്ദു കൃഷ്ണ വീണ്ടും അവിടെ മത്സരിച്ചേ പറ്റൂ എന്നുള്ള ഒരു പിടിവാശി പിടിച്ചാൽ അക്കാര്യത്തിൽ തീരുമാനമാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ NK പ്രേമേന്ദ്രനെ മത്സരിപ്പിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വന്നാൽ അവിടെ നിന്നൊരു മുന്നണി മാറ്റ ചർച്ചകളിലേക്ക് അത് എത്തിപ്പെടുമോ എന്നുള്ള കാര്യം കൂടി ആലോചിക്കേണ്ടതുണ്ട്. അതായത് LDFിലേക്ക് വന്നാൽ ഇതിൽ കൂടുതൽ പ്രാതിനിധ്യം ലഭിക്കുമോ? CPIക്കോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടി ആയിരുന്നു ഈ LDFിൽ ഈ പറയുന്ന RSP എന്നുള്ളത്. എന്നാൽ ഇന്നത് ഗതി മാറി. ഇന്ന് വില കുറഞ്ഞ ഒരു പാർട്ടിയായി, തരംതാണ ഒരു പാർട്ടിയായി, ഗതി പിടിക്കാത്ത ഒരു പാർട്ടിയായി, ഒരു നിയമസഭാ സാമാജികനെ സമ്മാനിക്കാൻ പോലും കെൽപ്പില്ലാത്തത്രയും തരംതാണ ഒരു പാർട്ടിയായി, വെറും തറപ്പാർട്ടിയായി മാറിയിരിക്കുന്ന ഒന്നാണ് RSP എന്നുള്ള കാര്യം ഒരു സംശയവുമില്ല. അതിലാകപ്പാട് NK പ്രേമേന്ദ്രൻ മാത്രമാണ്, ആകപ്പാട് ഒരു MP മാത്രമാണ് ശരിക്കും RSP എന്ന് പറയുന്ന പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. ഒരു മന്ത്രി ഉണ്ടായിരുന്നതാണ് നമ്മുടെ കേരള നിയമസഭയിൽ. അപ്പോൾ ഇത് നമ്മൾ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മിക്കപ്പോഴും ഒരു ചെറിയ തർക്കം ഉണ്ടാകുകയും RSP എന്ന് പറയുന്നത് പണ്ട് നേരത്തെ ഉണ്ടായിരുന്ന പോലെ ബോൾഷെവിക്കിലേക്കൊക്കെ മാറാനുള്ള സാധ്യതയും നമുക്കിവിടെ കാണേണ്ടി വരും. പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ കുണ്ടറ PC വിഷ്ണുനാഥ്. പിന്നീട് ഇങ്ങോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പുനലൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ അവിടെ നിന്ന് ലീഗിൻ്റെ കയ്യിൽ നിന്നും അത് പിടിച്ചു മേടിച്ചുകൊണ്ട് അവിടെ കോൺഗ്രസ്സുകാരെ ഇറക്കാനുള്ള ഒരു തീരുമാനം ആണ്. ആ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നുണ്ട്. പുനലൂർ മണ്ഡലത്തിൽ ലീഗിനെ വേണ്ട, അതിന് പകരം കോൺഗ്രസ്സുകാർ തന്നെ മത്സരിക്കട്ടെ എന്ന് പറയുന്ന ഒരു തീരുമാനം വരുന്നുണ്ട്. അങ്ങനെ വന്നാൽ
കൂടുതലായി അവിടെ എന്തായിരിക്കും മാറ്റം സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ലീഗുമായി ഒരിടച്ചിലും UDF-നകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയും നമ്മൾ ഇക്കാര്യത്തിൽ തള്ളിക്കളയാൻ പാടില്ല എന്നുള്ളതാണ്. അതിന് പകരം പുനലൂർ വിട്ടുകൊടുക്കുന്നതിന് പകരം അവർക്ക് ചടയമംഗലം സീറ്റ് വിട്ടുകൊടുക്കാം എന്നുള്ളതും പറയുന്നുണ്ട്. പിന്നെ ഫോർവേഡ് ബ്ലോക്കിന് ചാത്തന്നൂർ, ഇങ്ങനെ പറയുന്ന രീതിയിൽ ഏറെക്കുറെ കൊല്ലം സെറ്റായി വെച്ചിട്ടുണ്ട്. അതിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥി നിർണയം എനിക്ക് തോന്നുന്നു ഐഷ പോറ്റിയുടെ തന്നെയാണ്. കാര്യം ഐഷ പോറ്റിയെ പോലെ ഒരു നേതാവ് വീണ്ടും മത്സര രംഗത്തേക്ക് ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ശക്തമായ തിരിച്ചുവരവാണ് എന്നൊക്കെ ആൾക്കാർ പറയുമെങ്കിലും ഇത് CPM-നെ വിരട്ടാൻ തക്ക ശേഷിയുള്ള ഒന്നും അല്ല ഈ ഐഷ പോറ്റി. അത് വേറൊരു കാര്യം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഐഷ പോറ്റിയെ വളർത്തിയത് CPM ആണ്. ജില്ലാ പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കിയും അതിനെ തുടർന്ന് MLA ആക്കിയും വളർത്തിക്കൊണ്ട് വന്നിട്ട് ഐഷ പോറ്റിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുത്തത് CPM എന്നൊരു പറയുന്ന ഒരു പാർട്ടിയാണ്. അനാരോഗ്യം പറഞ്ഞുകൊണ്ട് ഐഷ പോറ്റി മാറി നിന്നു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ നമ്മൾ ഒരു നേതാവ് തൻ്റെ അനാരോഗ്യം കാരണം പാർട്ടി വിടുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു സഖാവിനെ കൊണ്ടും അയ്യോ പോകല്ലേ സഖാവേ എന്ന് പറയില്ല. കാര്യം വിട്ടുപോയ ഒരു സഖാവല്ല പാർട്ടി. അതിനപ്പുറത്തേക്ക് നിരവധിയായ പ്രവർത്തകരുടെ ചോരയുടെയും നീരിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലമാണ് CPM എന്ന് പറയുന്നൊരു പാർട്ടി. അതുകൊണ്ട് ഐഷ പോറ്റി പോയി എന്ന് പറഞ്ഞുകൊണ്ട് അയ്യോ പോറ്റി പോകല്ലേ എന്ന് പറയേണ്ട ഒരു ഗതികേടൊന്നും CPM എന്ന് പറയുന്നൊരു പാർട്ടിക്കില്ല. അതാദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഐഷ പോറ്റിക്ക് തന്നെയാണ് നഷ്ടം. ഈ പറയുന്ന ഐഷ പോറ്റി അവിടെ പോയി ഒരു തുരുമ്പ് വില പോലും ഇല്ലാതെയാണ് ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ മത്സരത്തിന് ഇറങ്ങുന്നത്. കോൺഗ്രസ്സുകാർക്ക് മാത്രമേ ഉള്ളൂ വില. ജനങ്ങൾക്ക് ഒരു നയവഞ്ചകയായ ഒരു നേതാവിനെയാണ് ജനങ്ങൾ കാണുന്നത്. അതായത് ഒരു സ്വന്തം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഒരു പാർട്ടിയിൽ നിൽക്കുകയും ആ പാർട്ടിയുടെ രീതിക്കനുസരിച്ച് നടക്കാൻ കഴിയാതെ വന്ന ഒരു നേതാവ്, എന്നിട്ട് ഏറ്റവും ഒടുവിൽ അങ്ങനെ ആ പാർട്ടിയുടെ രീതിക്കനുസരിച്ച് പോകാൻ കഴിയാത്ത ഒരു പാർട്ടി പ്രവർത്തക സ്വന്തം ഇഷ്ടപ്രകാരം പാർട്ടിയിൽ നിന്ന് വിടുതൽ നേടുകയും മറ്റൊരു പാർട്ടിയിലേക്ക് അധികാരക്കൊതിക്ക് വേണ്ടി ചേരുകയും ചെയ്തു എന്നാണ് ജനം വിധിയെഴുതുന്നത്. ജനങ്ങൾക്ക് മനസ്സിലാകുന്ന പോയിന്റ് അതാണ്. അല്ലാതെ CPM ഇവിടെ ഞാൻ സിമ്പിളായിട്ട് ചോദിക്കാം. അവർ പറയുന്നത് എനിക്ക് പാർട്ടി കമ്മിറ്റികളിലേക്കൊന്നും വാഹനത്തിൽ കയറി ബസ്സിലൊന്നും കയറി പോകാൻ കഴിയില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? CPM എന്ന് പറയുന്ന പാർട്ടി അവിടെ നിന്ന് ഐഷ പോറ്റിക്ക് വാഹനം കൊടുക്കണം. അങ്ങനെ ഒരു വ്യവസ്ഥ CPM-നുണ്ടോ? CPM-ൻ്റെ ഒരു നേതാവിന് കാറ് മേടിച്ചു കൊടുക്കാൻ പറ്റ ഫണ്ടിങ് ഒന്നും CPM എന്ന് പറയുന്ന പാർട്ടിക്കില്ല. ഇനി അല്ലെങ്കിൽ അങ്ങനെ എത്ര പേർക്ക് പാർട്ടി കാറ് മേടിച്ച് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നോക്കണം. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ എന്ത് ന്യായമാണ്? ഇപ്പോൾ ഐഷ പോറ്റിക്ക് വാഹനം കോൺഗ്രസ്സുകാർ മേടിച്ചു കൊടുത്തോ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസ്സിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അല്ല. അപ്പം ഇതിൽ നിന്ന് തനിക്ക് അനാരോഗ്യമല്ല പ്രശ്നം, തനിക്ക് എപ്പോഴും ഈ പറയുന്ന ഒരു അധികാരത്തിൻ്റെ ഒരു ശ്രേണിയിൽ ഉണ്ടാവണമെന്നുള്ള ആഗ്രഹമാണ്. ഇത് ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഐഷ പോറ്റി ഇനി അവിടെ നിന്ന് എത്രത്തോളം തേനും പാലും ഒഴുക്കാമെന്ന് പറഞ്ഞാലും വലിയ പ്രയോജനമൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇവിടെ ഇപ്പം തന്നെ നോക്കിയുള്ളൂ, കഴിഞ്ഞ ബഡ്ജറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കൊട്ടാരക്കരയിൽ ബൈപ്പാസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് KN ബാലഗോപാൽ കൃത്യമായി അതിന് പദ്ധതി പോലും തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. അവിടുത്തെ ആശുപത്രി വികസനത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജനത കൊട്ടാരക്കരയിലുണ്ട്. അടിസ്ഥാന വോട്ടുകളെല്ലാം കൃത്യമായി CPM-ലേക്ക് തന്നെ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഐഷ പോറ്റി എന്തായിരുന്നാലും മത്സരരംഗത്തേക്ക് ഇറങ്ങിയില്ലേ, എന്തായാലും മാന്യമായി തോൽക്കാനുള്ള എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.